അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഹൈദരാബാദി സ്റ്റൈലിൽ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സൈനൂസ്ഫുഡ്ടൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ടച്ച് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. മലബാർ സ്റ്റൈൽ സ്പ്രിംഗ് റോളിന് കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ ഇറച്ചിപ്പത്തിരിക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അല്ലാതെ അരച്ചെടുത്ത് നന്നാവില്ല. അതല്ലെങ്കിൽ ഒരു സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സ്മാഷ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, നന്നായി വെന്ത് വരട്ടെ. ചിക്കൻ വെന്തതിന് ശേഷം ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഉള്ളി അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ കുറച്ച് ഉള്ളിയല്ലേ ചേർത്തുള്ളൂ. ചിക്കൻ ഇങ്ങനെ പിച്ചിടുമ്പോൾ ചെറുതായി ഒന്ന് ഫ്രൈ ആയി ചേർക്കുക തന്നെയാണ് ഇതിന് സ്വാദ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഇതൊന്ന് ആദ്യം വഴറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കാബേജ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ തിന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല നിറച്ചൊരു കപ്പുണ്ട്. ചീപ്പായിട്ടുള്ള 1 കപ്പ് കാബേജ് അരിഞ്ഞത്. ഇത്രയും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. ഈ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി, കാരണം കൂടുതൽ വേണ്ടി വരില്ല. ഈ സോയാ സോസിൽ നിങ്ങൾക്കറിയാമല്ലോ, സോയാ സോസിൽ നല്ല ഉപ്പുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക, അത്രയും മതി. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്.
അത്രയും മതി, കൂടുതൽ ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്പ്രിംഗ് റോളിനുള്ള നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ക്യാരറ്റും കാബേജും ഒന്നും കൂടുതൽ വേവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തു, ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്കിതിങ്ങനെ പാനിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം, ഒന്ന് തണുക്കാൻ വേണ്ടി. അതിന് ശേഷം നമുക്കിത് ഫില്ല് ചെയ്ത് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ എങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ റെഡിമെയ്ഡ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നതുകൊണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇഫ്താറിനൊക്കെ ചെയ്യാൻ ഇങ്ങനെ റെഡിമെയ്ഡ് ഷീറ്റ് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഷീറ്റ് ഉണ്ടാക്കി വെക്കണം, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ മടക്കിയെടുക്കുക. ഈ കോണിന്ന് മടക്കണം. ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഈ രണ്ട് ഭാഗത്തുനിന്നും എടുത്ത് വീണ്ടും മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ഇത് ഒട്ടിച്ചെടുക്കുക. ഈ വെള്ളം ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്കിത് മൈദ ചേർത്ത് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു സ്പ്രിംഗ് റോള് റെഡിയായി. ഇനി ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഒരു ഷീറ്റ് എടുത്ത് ഇങ്ങനെ കോണായി വെക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഈ ഫില്ലിങ് വേണ്ടത്ര ചേർക്കുക. നമുക്ക് ഇഷ്ടമുള്ളത്ര ഫില്ലിങ് ചേർക്കാം. അതിന് ശേഷം ഒന്നിങ്ങനെ മടക്കുക. ഒരു കോണിൽ നിന്ന് ഒന്നിങ്ങനെ മടക്കി വീണ്ടും രണ്ട് സൈഡിൽ നിന്ന് മടക്കുക. ഫില്ലിങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് വീണ്ടും മടക്കുക. ഇനി കുറച്ച് വെള്ളം ഒന്നിവിടെ ഇങ്ങനെ തൊട്ട് കൊടുക്കുക. സാധാരണ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഷീറ്റുകളെല്ലാം ഇങ്ങനെ വെള്ളം കൊണ്ട് തന്നെ ഒട്ടിക്കിട്ടാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെങ്കിൽ ചെയ്യുക. നമുക്ക് മൈദ ചെയ്താലാണ് കൂടുതൽ ഒട്ടുന്നത് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ എല്ലാ റോളും ചെയ്തെടുക്കുക. അതിന് എണ്ണ കയറാത്ത വിധം മടക്കിയെടുക്കണം. ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ എണ്ണ കയറാതെ നോക്കിയാൽ മതി. ഷേപ്പൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമൊന്നുമില്ല. ഫില്ലിങ് നല്ല സ്വാദുണ്ടെങ്കിൽ ആരും കഴിച്ചു പോകും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാ സ്പ്രിംഗ് റോളും ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിരുന്നു. ഇപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്പ്രിംഗ് റോൾ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് വേണം സ്പ്രിംഗ് റോൾ അതിലേക്ക് ഇടാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കുക. ഇനി ഇതൊരു ഗോൾഡൻ കളറിൽ വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 3-4 മാത്രമേ ഇങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. ഇവർ 3 അതിൽ ഫ്രൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്, അവർക്കത് മതിയെന്ന്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി 3-4 ഇങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എയർ ഫ്രയറിലായാലും നല്ല ക്രിസ്പിയായി തന്നെ കിട്ടും. ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിരുന്നു. ഇനി മറ്റേ ഭാഗം കൂടി ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നല്ല ക്രിസ്പി സ്പ്രിംഗ് റോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ എല്ലാ സ്പ്രിംഗ് റോളും പൊരിച്ചെടുക്കുക. മലബാർ സ്റ്റൈലിലുള്ള ചിക്കൻ സ്പ്രിംഗ് റോള് ഞാൻ Zainusfood.com പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി നോക്കാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, സ്നാക്സ് ഉണ്ടാക്കലൊന്നുമല്ല കാര്യം. ഈ ഒരു റമദാൻ മാസത്തിൽ കൂടുതൽ സമയം നമ്മൾ ഇബാദത്തിന് വേണ്ടി തന്നെ ചിലവഴിക്കണം. എളുപ്പമുള്ള സ്നാക്സും ഫുഡൊക്കെ ഉണ്ടാക്കുക. സ്ത്രീകൾക്ക് ഭയങ്കര തിരക്ക് പിടിച്ചൊരു മാസം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇബാദത്തിന് മുൻഗണന കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.